20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ക്രൈസ്തവ സഭയിൽ വികസിച്ചു വന്ന ആലോചനകളിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് മാർക്സിസം ഉന്നയിച്ചതാണ്. നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ, ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേറ്റതിന് ശേഷം അദ്ദേഹം പുറപ്പെടുവിച്ച അപ്പോസ്തലിക ഉദ്ബോധനത്തിൽ ഒരിടത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്യം, കയറി കിടക്കാൻ വീടില്ലാത്തത് കൊണ്ട് ഒരാൾ തെരുവിൽ കിടന്നു മരിക്കുന്നത് വാർത്തയല്ലാതായി തീരുകയും ഓഹരി കമ്പോളത്തിൽ 10 പോയിന്റ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് വാർത്തയായി തീരുകയും ചെയ്യുന്നതിനേക്കാൾ വലിയ ഹിംസ മറ്റെന്താണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, കൊല്ലരുത് എന്ന് വ്യക്തികളോടും ലോകത്തോടും മാത്രമല്ല വ്യവസ്ഥയോടും പറയണം. ഈ വാക്യത്തിൻ്റെ പിന്നിലെ പ്രേരണ സംശയരഹിതമായിട്ടും മാർക്സിസത്തിൻ്റെതാണ്. കാരണം മാർക്സിസമാണ് വ്യവസ്ഥാപരമായ ചൂഷണങ്ങളെക്കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ചകൾ നൽകിയത്. അത് ഏറ്റെടുക്കുകയും വികസിപ്പിക്കുകയും അതിൻ്റെ ഭിന്നരൂപങ്ങളിൽ നിന്നുണ്ടാക്കുകയും ചെയ്യുന്നത് മാർക്സിസ്റ്റുകൾ തന്നെ ആവണമെന്നൊന്നുമില്ല. പക്ഷേ മാർക്സിസത്തിൻ്റെ ഈ സ്വാധീനം, അതിൽ ചിലരുടെ പേരുകളാണ് ഞാൻ പറഞ്ഞത്, എത്രയും പേരുകൾ പറയാം. അതിൽ മാർക്സിസ്റ്റ് വിരുദ്ധർ പോലും ഉണ്ടാകാം കേട്ടോ. മാർക്സിസ്റ്റ് വിരുദ്ധർ എന്ന് ഞാൻ പറയുന്നത് മാർക്സിസത്തിൻ്റെ പ്രായോഗികമായ രാഷ്ട്രീയ പ്രയോഗങ്ങളോട് എതിരിട്ട് നിൽക്കുന്നവരിൽ പോലും വാസ്തവത്തിൽ മാർക്സിസത്തിൻ്റെ ഈ ചിന്താ പാരമ്പര്യം, ഇപ്പം മിഷേൽ ഫൂക്കോയെ പോലെ ഒരാൾ ഉത്തരാധുനികത എന്നൊക്കെ വിളിക്കപ്പെട്ട ആധുനികതയോടുള്ള വിമർശന വിചാരങ്ങളുടെ പ്രാരംഭങ്ങളായി പരിഗണിക്കുന്ന ഒന്ന് മാർക്സിൻ്റെ ചിന്ത കൂടിയാണ്. ഫ്രോയിഡിനെ പോലെയും നീഷയെപ്പോലെയും മാർക്സിൻ്റെ ചിന്ത കൂടി അദ്ദേഹം അതിൻ്റെ പ്രാരംഭ സ്ഥാനങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാലത്തോട് സംവദിക്കാൻ കെൽപ്പുള്ള അതിൻ്റെ ഭിന്നപ്രകാരങ്ങളോട്, നരവംശാസ്ത്രമാകട്ടെ, സൗന്ദര്യശാസ്ത്രമാകട്ടെ, ഭാഷാവിചാരമാകട്ടെ, ദൈവശാസ്ത്രമാകട്ടെ, സാമ്പത്തിക ശാസ്ത്രം മുതൽ തത്വവിചാരം വരെയുള്ള വിഷയങ്ങളാകട്ടെ, ശാസ്ത്രത്തിൻ്റെ ചരിത്രമാകട്ടെ, ഇതിലൊക്കെ മാർക്സിസം അതിപ്രബലമായ സ്വാധീനമായി ഇപ്പോഴും തുടരുന്നുണ്ട്. മാർക്സിസം മരിച്ചു എന്ന് ശത്രുക്കളൊക്കെ പറയുന്ന കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിലും വാസ്തവത്തിൽ ഈ വിഷയത്തിൽ എത്രയോ വലിയ ആലോചനകൾ വികസിച്ചു വരികയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും തുടരുന്നുമുണ്ട്. അതുകൊണ്ട് മാർക്സിസത്തിൻ്റെ സമകാലികത എന്നുള്ളത് ഈ പല പ്രകാരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമുക്കുണ്ടാകേണ്ട ഒരു കരുതൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് എറിക് ഹോബ്സോം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഒരിടത്ത് അവസാന കാലത്ത് മരണത്തിന് മുമ്പ് അദ്ദേഹം എഴുതിയ പ്രബന്ധങ്ങളിൽ, പുസ്തകമായിട്ട് വന്ന പ്രബന്ധങ്ങളിൽ ഒരിടത്ത് അദ്ദേഹം മാർക്സിസ്റ്റ് ഹിസ്റ്ററി എന്ന ഒരു ലേഖനമുണ്ട്. ഗവേഷണ പ്രബന്ധം എന്നല്ല, ഒരു ലേഖനമാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം ഒരു വാക്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: മാർക്സിസ്റ്റ് ഹിസ്റ്ററി ഈസ് പ്ലൂരൽ ടുഡേ. എ സിംഗിൾ കറക്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മാർക്സിസം ഈസ് നോട്ട് ദ ലെഗസി ദാറ്റ് മാർക്സ് ലെഫ്റ്റ് ഫോർ അസ്, ആൻഡ് ദർ ഈസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്.